പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടെ ജിഹാദ് ആരംഭിച്ചു. RSS വാരിക. എന്തൊക്കെ തരം ജിഹാദുകളാണ് കണ്ടുപിടിക്കുന്നത്. ഈ ജിമ്മിനകത്ത് എങ്ങനെയാണ് ഈ മതപരിവർത്തനം നടക്കുന്നതെന്നാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. എങ്ങനെ ആലോചിച്ചിട്ടു, ഞാനും ജിമ്മിൽ പോകുന്ന ആളല്ലേ. ഈ പറഞ്ഞ പോലെ വല്ല ലൈംഗിക ചൂഷണോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ ഓക്കെ. ഇത് മതം മാറ്റുന്നൊക്കെ അവിടെ എന്താ അതിനുള്ള എന്തെങ്കിലും പ്രാക്ടീസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അതോ ഇനി ഇന്ത്യയിലെ മൊത്തം ജിമ്മുകളും കൺട്രോൾ ചെയ്യുന്ന ഈ പോപ്പുലർ ഫ്രണ്ടാരാണോ? പോപ്പുലർ ഫ്രണ്ടിന്റെ ജിമ്മാണെങ്കിൽ അവിടെ പോവാതിരുന്നാൽ പോരെ, അല്ലെങ്കിൽ അത് അടച്ചു കൂട്ടാൻ എന്തെങ്കിലും പരിപാടി ചെയ്താൽ പോരെ. എന്തെങ്കിലും നിരോധിച്ച സംഘടന ആയതുകൊണ്ട് തന്നെ അടച്ചു കൂട്ടാൻ അങ്ങനെ ചെയ്താൽ പോരെ. ഇത് മൊത്തം ജിമ്മിനും മനുഷ്യ കമ്മീഷന് കത്ത് കൊടുത്തേക്കാണ്. എന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് കൊടുത്തേക്കാണ്. ജിമ്മിലെ ഇത്തരം പരിപാടികളൊക്കെ കൺട്രോൾ ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ എത്രയോ ആളുകൾ, എത്രയോ മനുഷ്യന്മാരെ ക്രൂരമായിട്ട് തല്ലി ചതക്കുന്ന ഒരു കാരണമില്ലാതെ ഓരോ രീതിയിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ഇടപെടാത്ത മനുഷ്യാവകാശ കമ്മീഷൻ ഇതാ പുതിയൊരു നയമായിട്ട് വന്നേക്കുന്നത്. പ്രധാനമായിട്ടും RSSന്റെ ഈ പത്രികയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ടൗൺ ഏരിയകളും പട്ടണ ഏരിയകളും പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ, ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെയും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട സ്ത്രീകളെയും എന്താ പറയാ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മുഖപത്രങ്ങൾ വായിച്ചു നോക്കി അറിയാം. ഒരു പേരിടലിൽ RSS ഒരു പുലി തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ പേരൊക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്തൊക്കെ ജിഹാദുകൾ വന്നിപ്പോ അത് ആലോചിച്ച് നോക്കി. ദുബായ് ജിഹാദ്, മന്തി ജിഹാദ്, അത് കഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിങ്ങൾ ഓരോ വീട്ടിലൊക്കെ ഓരോ റൂമിൽ ഓരോ കക്കൂസ് ചെയ്തുണ്ടാക്കുന്നു പറഞ്ഞ കക്കൂസ് ജിഹാദ്. എന്തിനൊക്കെ ഇവന്മാർക്ക് കുരു പൊട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ ട്രെഡ്മില്ലൊക്കെ ആളുകൾ ഓടുന്നത് കാണുമ്പോൾ ഇവന്മാർക്ക് മറ്റേ എടപ്പാളോട്ടൊക്കെ പല സ്ഥലത്തും അടിച്ചടിപ്പിക്കല്ലേ, പല സ്ഥലത്തും അടിച്ചു ഓടിപ്പിക്കുകയല്ലേ. അപ്പൊ അതൊക്കെ ഓർമ്മ വന്നിട്ട് ജിമ്മൊക്കെ എങ്ങനെയെങ്കിലും നിരോധിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവും ഇവർക്ക്. പറഞ്ഞ കാര്യമില്ല. അത്യാവശ്യം ബോഡിയൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ സംഖ്യകൾക്ക് എന്തായാലും കുരു പൊട്ടും. കാരണം ഷാഗയിൽ ടൗസറും എന്തൊക്കെ ഇട്ടിക്കുന്ന പോലെ ആവില്ലല്ലോ ജിമ്മിൽ പോയി നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ. അധികം പറഞ്ഞ പ്രശ്നമാണ്. നമ്മൾ ഈ പാകിസ്ഥാനിയും സുഡാപ്പിയും ഒക്കെ ആവും. വേണ്ട, നിർത്തി.